ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വാട്സപ്പിലേക്ക് വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റാണ് നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ആൻഡ്രോയിഡിലും iOSലും ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അപ്ഡേറ്റാണ്. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വ്യൂ വൺസ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു വീഡിയോയോ ഫോട്ടോയോ അയക്കണ സമയത്ത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത ശേഷം അയക്കുകയാണെങ്കിൽ ആ ഒരു അയച്ച വ്യക്തി അല്ലെങ്കിൽ ആ ഒരു റിസീവ് ചെയ്ത വ്യക്തിക്ക് ഈ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ അയച്ച ആ ഒരു ഫോട്ടോയോ വീഡിയോയോ ആ ഒരു റിസീവ് ചെയ്ത വ്യക്തിയുടെ അല്ലെങ്കിൽ ആ മെസ്സേജ് നിങ്ങൾ ആർക്കാണ് അയച്ചത് ആ ഒരു വ്യക്തിയുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുകയോ അല്ലെങ്കിൽ സേവ് ആവുകയോ ചെയ്യില്ല. കാരണം വെച്ചാൽ ഇത് ഒരു പ്രാവശ്യം ആ ഒരു വ്യക്തിക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ആ ഒരു മെസ്സേജ് അയച്ചു, അതിനുശേഷം ആ ഒരു വ്യക്തി അത് ഓപ്പൺ ചെയ്ത ശേഷം കണ്ടു, ഒരു പ്രാവശ്യം കണ്ടു, വീണ്ടും വന്ന് ആ ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ അതവിടെ കാണാൻ പറ്റില്ല. അതാണ് ഈ ഒരു വ്യൂ വൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആർക്കാണോ ഈ ഒരു ഫോട്ടോയോ വീഡിയോയോ അയച്ചു കൊടുക്കാൻ പോകുന്നത്, ആ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഒരു ഫോട്ടോയും വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ആ ഒരു ബാർ കാണാൻ പറ്റുമല്ലോ. അതായത് ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ബാറിൻ്റെ അവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും, ഒരു 1 എന്നും പറഞ്ഞുകൊണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത ശേഷം നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. അതിനുശേഷം ആ ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫോട്ടോയോ വീഡിയോ അവിടെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ആ ഒരു വ്യക്തിയുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫയൽ മാനേജറിലേക്കോ അത് ഡൗൺലോഡ് ആവുന്നതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോസ് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അതായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ശേഷം മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോസ് ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ.